നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ലേഡി സൂപ്പർ സ്റ്റാർ വിളി വേണ്ടെന്ന് മഞ്ജു വാര്യർ. അലങ്കാരങ്ങളല്ല, ജനങ്ങളുടെ സ്നേഹമാണ് ഇഷ്ടമെന്ന് മഞ്ജു. അസാധാരണമായ അഭിനയ പ്രാവീണ്യവും ഭാവാഭിനയത്തിന്റെ പൂർണ്ണതയും മഞ്ജു വാര്യർ എന്ന സിനിമാ നടിയുടെ സവിശേഷത തന്നെയാണ്. ഏതു വേഷം കൈകാര്യം ചെയ്യുമ്പോഴും ആ കഥാപാത്രമായി മാറുവാനുള്ള അത്ഭുത സിദ്ധിയുള്ള നടിയാണ് മഞ്ജു വാര്യർ. ദിലീപുമായുള്ള വിവാഹശേഷം കുറച്ചു കാലം മലയാള സിനിമാ വേദിയിൽ നിന്നും മഞ്ജു വാര്യർ അകന്ന് നിന്നുവെങ്കിലും വിവാഹബന്ധം വേർപെട്ട ശേഷം ചലച്ചിത്ര ലോകത്തേക്ക് തിരികെ എത്തിയ മഞ്ജു വാര്യരെ കാത്തിരുന്നത് നിരവധിയായ ഗൗരവമുള്ള കഥാപാത്രങ്ങളായിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള മഞ്ജു വാര്യരേക്കാൾ മികച്ച അഭിനേത്രിയായി മാറിയ മഞ്ജുവിനെയാണ് മലയാള സിനിമ പ്രേക്ഷകർ കണ്ടത്. താൻ അഭിനയിച്ച മലയാള ചിത്രങ്ങൾ വമ്പൻ വിജയം നേടിയതോടെ ജനഹൃദയങ്ങളിൽ സ്വന്തം ഇരിപ്പിടം സൃഷ്ടിച്ച മഞ്ജു വാര്യർക്ക് ആസ്വാദകർ പകർന്നു നൽകിയ പേരായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ. എന്നാൽ ഈ ലേഡി സൂപ്പർ സ്റ്റാർ പ്രയോഗത്തെയും വിശേഷണത്തെയും തള്ളിക്കളയുകയാണ് മഞ്ജു വാര്യർ. താൻ വെറും ഒരു ചലച്ചിത്ര നടി മാത്രമാണ്. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ പരമാവധി ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമാക്കുന്ന മഞ്ജു വാര്യർ തനിക്ക് പുതിയ പദവികളെല്ലാം മലയാളികളുടെ സ്നേഹമാണ് ഏറെ ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മലയാള സിനിമാ വേദിയിൽ നിരവധി നായികമാരായി നടികൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കടന്നു വന്ന പല നടികളും ചുരുക്കം ചിത്രങ്ങളുടെ അഭിനയങ്ങൾക്കപ്പുറം കടന്നു വരാൻ കഴിയാതെ രംഗം വിട്ട അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി സിനിമാ നടികൾ കടന്നു വന്നപ്പോഴും മഞ്ജു വാര്യർ എന്ന നടി തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിച്ചു പായുന്ന അനുഭവമാണ് നാം കണ്ടത്. മലയാള സിനിമാ ലോകത്ത് ഉറച്ചു നിന്നുകൊണ്ട് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിന്റെ മാത്രം ചലച്ചിത്ര താരമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ അന്യഭാഷാ സിനിമാ ലോകത്തേക്ക് കൂടി മഞ്ജു വാര്യർ ചുവടുവെച്ചിരിക്കുകയാണ്. തമിഴ് സിനിമയിൽ മഞ്ജു വാര്യർ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച് രജനീകാന്തിനൊപ്പം അഭിനയിച്ച സിനിമ വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മലയാളത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ എന്ന ചിത്രമാണ് മഞ്ജു വാര്യർ ഒടുവിൽ അഭിനയിച്ച് അവസാനിപ്പിച്ചത്. സ്കൂൾ യുവജന വേദിയിൽ കലാതിലക പട്ടം സ്വന്തമാക്കി സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് മഞ്ജു വാര്യർ. ചലച്ചിത്ര താരമായ ദിലീപിനൊപ്പം നായകന്മാരെ നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുകയും ഭൂരിഭാഗം ചിത്രങ്ങളും വമ്പൻ വിജയം സ്വന്തമാക്കുകയും ചെയ്ത അവസരത്തിലാണ് ദിലീപ് മഞ്ജു വാര്യർ കുടുംബ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. മഞ്ജു വാര്യരുമായുള്ള ബന്ധം വേർപ്പെടുത്തി സിനിമാ താരമായ കാവ്യ മാധവനെ വിവാഹം ചെയ്തത് മലയാളികൾ കണ്ടതാണ്. പ്രേക്ഷക മനസ്സുകളിൽ ഒരിക്കലും മായാത്ത മുദ്ര പതിപ്പിക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടൻ കഥാപാത്രങ്ങളും അവരുടെ ശീലവും ശൈലിയും കൃത്രിമം എന്ന് തോന്നാത്ത വിധത്തിൽ തന്മയത്വത്തോടെ അഭിനയിക്കുന്നു എന്നത് തന്നെയാണ് മഞ്ജു വാര്യർ എന്ന നടിയുടെ പ്രത്യേകത. ഏത് കഥാപാത്രത്തെയും അതിൻ്റെ തനി സ്വരൂപത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് അസാധാരണമായ കഴിവുണ്ട്. ഭാവപ്രകടനങ്ങളിലും സംഭാഷണത്തിലെ ചടുലതയും മറ്റു നടികളിൽ നിന്ന് മഞ്ജു വാര്യരെ മാറ്റി നിർത്താറുണ്ട്. ഇതെല്ലാമാണ് മലയാളികളുടെ ഇഷ്ടതാരമായി മഞ്ജു വാര്യർ മാറുന്നതിന് കാരണം. മലയാളികൾ ഏറെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയുമാണ് മഞ്ജു വാര്യരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് കയറ്റിയിരുത്തിയത്. എന്നാൽ ഈ പ്രയോഗം തന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഈ പ്രയോഗങ്ങൾ ആവർത്തിക്കരുത് എന്നുമാണ് മഞ്ജു വാര്യർ ഇപ്പോൾ പരസ്യമായി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.